ഇനി ഞാനൊരു വെയറിംഗ് കംഫർട്ടിലേക്ക് ഇടുകയാണെങ്കിൽ ഇതേ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ T310 ഡിസൈൻ, അതുകൊണ്ട് തന്നെ അതേ ഒരു വെയറിംഗ് കംഫർട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും അത് കിട്ടുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ കൊണ്ട് ചെവി വെക്കുമ്പോൾ തന്നെ എടുത്തുണ്ട്. സോ ഒരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് പാട്ട് കേൾക്കുക, മൂവീസ് കാണുക, അല്ലെങ്കിൽ ഒരാൾക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്രൗഡ് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല. എന്നാൽ അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതങ്ങോട്ട് ഊരി ഇയർബഡിലേക്ക് വെച്ചിട്ട് വെറുതെ ഇരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം അതിനകത്ത് ANC ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്നുള്ളൊരു സംഭവമില്ല. പിന്നെ നോർമലി നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു 32 dB ആണ്. അതിപ്പോൾ ഔട്ട് സൈഡിൽ പോയിട്ട് ഓൺ ആക്കുവാണെങ്കിൽ അത് ഓൺ ആക്കിയെന്ന് പോലും ഒരു അവസ്ഥ നമുക്ക് അറിയത്തില്ല. അതൊക്കെ ആക്ച്വലി ഈ 32 dB വരെയുള്ള ആക്ച്വലി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് ഇൻഡോറിലായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അതിന് മുകളിൽ ഒരു 40 അല്ലെങ്കിൽ 50 ഒക്കെയാണ് കുറച്ച് അത്യാവശ്യം അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഓൺ ആയി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നത്. സോ ഉറപ്പായിട്ടും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ വിട്ട് കളയുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ട് ആകുന്നുണ്ട്.